ഹായ്. പുറത്തൊക്കെ നല്ല ചൂടാണല്ലേ ഇപ്പോൾ. എല്ലാ സ്ഥലത്തും ചൂട് ഭയങ്കര കൂടുതലാണെന്ന് പറയുന്നുണ്ട്. ഞങ്ങളുടെ ഇവിടെയും നല്ല ചൂട് കൂടുതലാണ്. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയി വരുമ്പോൾ ഇതുപോലെ ഐസൊക്കെ ഇട്ട് നല്ല കൂളായിട്ടുള്ള ഒരു ഗ്ലാസ് ജ്യൂസ് കിട്ടി എങ്ങനെ ഇരിക്കും? നമ്മൾ വെറുതെ കുറേ വെള്ളം കുടിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. അപ്പോൾ കുടിക്കുന്ന വെള്ളം നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണെങ്കിലോ. അപ്പോൾ നമുക്ക് ഈ ഹെൽത്തി ജ്യൂസിനെ പരിചയപ്പെടാം കേട്ടോ. ഇന്ന് നമ്മൾ ഒരു ജ്യൂസല്ല കേട്ടോ പരിചയപ്പെടുത്തുന്നത്, 2 ഹെൽത്തി ജ്യൂസാണ് കേട്ടോ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നല്ല ചൂടല്ലേ, ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കുടിക്കണേ. അവരവരുടെ ശരീരത്തിൻ്റെ ആരോഗ്യം അവരവർ തന്നെ നോക്കണേ. അപ്പോൾ നമ്മളിവിടെ ഒരു ആപ്പിൾ, ഒരു ലെമൺ, പിന്നെ കുറച്ച് ഡേറ്റ്സ് ആണ്. അത് കുതിർത്തി പിച്ചി ചീന്തി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ കുറച്ച് ഇഞ്ചിയും പിന്നെ 3 ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിന്നിവിടെ 2 തരത്തിലാണ് ജ്യൂസ് ഉണ്ടാക്കുന്നത്. ആദ്യം ക്യാരറ്റും ഇഞ്ചിയും ഈന്തപ്പഴവും വെച്ചിട്ട് ഒരെണ്ണം, രണ്ടാമത്തേത് ക്യാരറ്റും ആപ്പിളും ഈന്തപ്പഴവും ഇഞ്ചിയും ഒക്കെ ചേർത്തിട്ട് മറ്റൊരെണ്ണം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ക്യാരറ്റും ആപ്പിളും വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ക്യാരറ്റൊക്കെ നന്നായി ഒന്ന് കുനുകുനാന്ന് അരിഞ്ഞിട്ടെടുക്കാം കേട്ടോ. ചിലരിത് വേവിച്ചിട്ട് ജ്യൂസ് അടിക്കും. എനിക്കതിനോട് താല്പര്യമില്ല കേട്ടോ. നമ്മളെപ്പോഴും ഇങ്ങനെ ഫ്രഷ് ആയിട്ട് തന്നെ എടുത്ത് ചെയ്യുന്നതിനോടാണ് എനിക്ക് താല്പര്യം. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ കാണിക്കുന്നത്. വേവിച്ചിട്ട് ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ ക്യാരറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിറ്റാമിൻസിൻ്റെ ഒക്കെ ഒരു കലവറയാണല്ലേ. നമ്മുടെ സ്കിന്ന് ബ്രൈറ്റ് ആവാൻ, അതുപോലെ മുടിയുടെ വളർച്ചയ്ക്ക്, കണ്ണിൻ്റെ കാഴ്ചശക്തിക്കൊക്കെ നല്ല ഉപകാരമുള്ള ഒന്നാണ് ഈ ക്യാരറ്റ്. അപ്പോൾ ഈ ക്യാരറ്റ് ജ്യൂസ് കുടിച്ചാൽ നമ്മുടെ സ്കിന്നൊക്കെ നന്നായി ബ്രൈറ്റ് ആവും. ഇപ്പോൾ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കും വെളുത്തിട്ട് പാറുമെന്ന്. വെളുത്തിട്ട് പാറില്ല, പക്ഷെ നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആയിരിക്കും. നമ്മൾ ഒരാഴ്ചയൊക്കെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്കതിൻ്റെ മാറ്റം അറിയാം കേട്ടോ. ഇനി നമുക്ക് ആപ്പിൾ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ആപ്പിൾ പറയണ്ടല്ലോ, പിന്നെ ഇമ്മ്യൂണിറ്റി പവറൊക്കെ വർദ്ധിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ആപ്പിൾ. എല്ലാ ദിവസവും ഒരു ആപ്പിൾ കഴിക്കാനാണല്ലോ പണ്ട് ഡോക്ടർമാരൊക്കെ പറഞ്ഞിരുന്നത്. അപ്പോൾ ആപ്പിൾ നമുക്കിത് എന്നും കഴിക്കാനൊന്നും പറ്റില്ല, പക്ഷെ പറ്റുന്ന സമയങ്ങളിലൊക്കെ ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് അടിച്ചിട്ട് കഴിക്കണേ. ഇപ്പോൾ നമ്മളിത് ക്യാരറ്റ്, ആപ്പിൾ, അതുപോലെ ഇഞ്ചി, പിന്നെ നമ്മൾ ഡേറ്റ്സ് ഒക്കെ കൂടിയിട്ട് ജ്യൂസ് അടിച്ചെടുക്കാൻ പോവാണ് കേട്ടോ. ഞാനിവിടെ ഒരു ഗ്ലാസ്സിൽ നല്ല തണുത്ത വെള്ളം എടുത്തിട്ടുണ്ട്. ഈ ക്യാരറ്റും ആപ്പിളും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതാണ്, അതുകൊണ്ട് ജ്യൂസിന് ഇത്തിരിയും കൂടി തണവുണ്ടായിരിക്കും. അപ്പോൾ വെള്ളം മുഴുവൻ ഒഴിച്ചിട്ടില്ല, ഒരു 3/4 ഭാഗം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടിച്ചെടുത്തിട്ട് വരാം. നല്ല പേസ്റ്റ് പോലെ തന്നെ നമുക്കിവിടെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതൊന്ന് അരിച്ചെടുക്കണം. ഇതിൽ ധാരാളം ഫൈബർ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ് ഈ ജ്യൂസ്. കലോറി വളരെ കുറവാണ്. അപ്പോൾ ഡയറ്റിനൊക്കെ ശ്രമിക്കുന്നവർ, ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഡയറ്റിൽ ക്യാരറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ. നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും ക്യാരറ്റ് ഭയങ്കര ഗുണം ചെയ്യുന്നതാണ് പറയണേ. ഇനി നമ്മൾ രണ്ടാമത്തെ ജ്യൂസ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ക്യാരറ്റ്, ജിഞ്ചർ, ഡേറ്റ്സ്. ഇതിൽ ലെമൺ ജ്യൂസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. ഞാനിവിടെ ചേർക്കുന്നില്ല, ചേർത്താലും നല്ലതാണ്. അതുപോലെ തന്നെ ഡേറ്റ്സിന് പകരം ഹണി ഉപയോഗിക്കാം കേട്ടോ. നമുക്കിനി ഇത് ആദ്യം ചെയ്ത പോലെ ഒന്ന് അരച്ചെടുക്കാം. അതിനു മുമ്പ് നമ്മുടെ ആദ്യത്തെ ജ്യൂസ്, ക്യാരറ്റ് ആപ്പിളിൻ്റെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നല്ല കളറ്. ഇതിൽ കളറിന് വേണ്ടി നമ്മൾ വേറെ സ്പെഷ്യലായിട്ട് ഒന്നും ചേർത്തിട്ടില്ല. നമ്മുടെ ക്യാരറ്റിൻ്റെ കളർ തന്നെയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസാണ്. നമ്മൾ പഞ്ചസാര ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. അതിനാണ് നമ്മളിവിടെ ഡേറ്റ്സ് ചേർക്കണേ, മധുരത്തിന് ആവശ്യമായിട്ട് കേട്ടോ. ഇനി നമുക്ക് ഇതും ഒന്ന് നല്ല പോലെ ഒന്ന് അരിച്ചിട്ട് വരാം കേട്ടോ. അപ്പം നമ്മുടെ 2 ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സ്കിന്നൊക്കെ ബ്രൈറ്റ് ആവാനും ഹെയർ ഗ്രോത്തിനും അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനൊക്കെ ആയിട്ട് ഈ ജ്യൂസ് എല്ലാ ദിവസവും ഉപയോഗിക്കുക. ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഒരാഴ്ചയ്ക്കൊന്നും ഇത് നമുക്ക് മേടിക്കാൻ പറ്റിയില്ലെങ്കിൽ പേടിക്കേണ്ട. ആഴ്ചയിൽ 3 ദിവസമെങ്കിലും നിങ്ങളിത് മാക്സിമം ഉപയോഗിച്ച് നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഉപകാരപ്രദമായ വീഡിയോ ആയിട്ട് തോന്നുകയെന്ന് വെച്ചാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. സാധിക്കുമെങ്കിൽ ഇതുപോലെ ഇടയ്ക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസൊക്കെ ഉണ്ടാക്കി കുടിക്കുക. നമ്മുടെ ആരോഗ്യമാണ് നമ്മുടെ സൗന്ദര്യം. അപ്പോൾ നമ്മുടെ ആരോഗ്യം സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കും ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും നല്ല സേഫായിട്ടിരിക്കുക. പുറത്ത് നല്ല ചൂടാണ്, ആവശ്യങ്ങൾക്ക് മാത്രം പുറത്തിറങ്ങിയാൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.